So today we are going to discuss about psychodynamic perspectives. Psychodynamic perspectives എന്ന് പറയുന്ന theories basically depends on the work of Sigmund Freud. Sigmund Freud ആരാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Sigmund Freudന്റെ വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് psychodynamic perspectives അല്ലെങ്കിൽ psychodynamic theories നിൽക്കുന്നത്. Okay, so അതിൽ first and most important theory which we are going to discuss is Freud's psychoanalytic theory. സൈക്കോ അനാലിസിസ് എന്നുള്ള ഒരു ബ്രാഞ്ച് പേഴ്സണാലിറ്റിയിലെ ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് വാസ് എ വിയനീസ് ഫിസിഷ്യൻ, ന്യൂറോളജിസ്റ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലയൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ് ഇത് സൈക്കോ അനാലിസിസ്. സോ സൈക്കോ അനാലിറ്റിക് തിയറി attempt to explain personality, motivation, and psychological disorders by focusing on the influence of early childhood experiences on conscious motives and conflicts, and on the methods people use to cope with their sexual and aggressive urges. Okay. So, ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ സ്കൂൾസ് ഓഫ് സൈക്കോളജി പഠിച്ചപ്പം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് എന്നുള്ള സൈക്കോ അനാലിറ്റിക് സ്കൂള് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ സൈക്കോ അനാലിറ്റിക് തിയറി പറയും എന്താണ് ചെയ്യുന്നത്. ഇറ്റ് ട്രൈസ് ടു അല്ലെങ്കിൽ ഇറ്റ് അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലെയിൻ പേഴ്സണാലിറ്റി, motivation and psychological disorders by focusing on the influence of early childhood experience. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ early childhood experiences ഉണ്ടാക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി, അതല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻ ഓർ എനി സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇതിൻ്റെയൊക്കെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ് ഇത് സൈക്കോ അനാലിറ്റിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് അൺകോൺഷ്യസിനാണ്. അപ്പോൾ അൺകോൺഷ്യസിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്ട്സ് ഇതൊക്കെയാണ്. അതുപോലെ സെക്ഷൽ അഗ്രസീവ് അർജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ആളുടെ പേഴ്സണാലിറ്റിയെ, മോട്ടിവേഷനെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് തിയറിയിൽ പറയുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു ദ പേഴ്സണാലിറ്റി, 4 topics are the most central of the psychoanalytic theory. 4 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് സൈക്കോ അനാലിറ്റിക് തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. Second one is levels of consciousness. Third one is anxiety and defense mechanisms. And fourth one is psychosexual stages of development. So the 4 major topics which we are going to discuss under Freud's psychoanalytic theory is structure of personality, levels of consciousness, anxiety and defense mechanism, and psychosexual stages of development. So now we are going to discuss about structure of personality, the structure. So Freud divided the structure of personality into 3 components, that is id, ego and superego. Okay? 3 components ആണ് പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് id, the second one is ego, and third one is super ego. Okay. So, it is considered as the primitive or instinctive component of personality. അപ്പം ഒരു പേഴ്സണാലിറ്റിയുടെ പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റീവ് കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പം
pleasure seeking principle ne base ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രോയിഡ് referred to the id as a reservoir of psychic energy. അപ്പം ഒരു സൈക്കിക് എനർജിയുടെ റിസർവോയർ ആയിട്ടാണ് ഇതിനെ ഫ്രോയിഡ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ റോ ബയോളജിക്കൽ ഏർജസ്, ഫോർ എക്സാമ്പിൾ ടു ഈറ്റ്, സ്ലീപ്പ്, ഡിഫിഷിയേറ്റ്, ദെൻ കോപ്പുലേറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള റോ ബയോളജിക്കൽ ഏർജസിനെ ആണ് ഇത് എന്നുള്ളത്. റോ ബയോളജിക്കൽ ഏർജസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ഇത് ഓപ്പറേറ്റ്സ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ. ആൻഡ് പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഡിമാൻഡ് എന്തായിരിക്കും? ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ദീസ് ഏർജസ്. ഇപ്പം നമുക്ക് വിശന്നു, അപ്പൊ ഫുഡ് വേണം, അല്ലെങ്കിൽ ഉറക്കം വന്നു, നമ്മൾ വേറെ എൻവയോൺമെന്റ് ഒന്നും നോക്കിയില്ല, സ്റ്റാർട്ടഡ് ടു സ്ലീപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ദാറ്റ് മീൻസ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഏർജസ്. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഇത് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഈഗോ. Ego is a decision-making component of personality that operates according to the reality principle. Okay, ഈഗോ എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിളിനെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈഗോ അങ്ങനെയല്ല. ഈഗോ ഇസ് എ ഡിസിഷൻ മേക്കിംഗ് കമ്പോണന്റ് വിച്ച് ഓപ്പറേറ്റ്സ് അക്കോർഡിംഗ് ടു ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ. ഇപ്പൊ റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് ആര്? ഈഗോ എന്ന് പറയുന്നത്. ഈഗോ മോഡറേറ്റ്സ് ബിറ്റ്വീൻ ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ. അപ്പൊ സൂപ്പർ ഈഗോയെയും ഇതിനെയും മോഡറേറ്റ് ചെയ്യുന്ന ആളാണ് ആക്ച്വലി ഈഗോ എന്ന് പറയുന്നത്. സോ സേ ഫോർ എക്സാമ്പിൾ ഐ വാണ്ടഡ് ടു ഡ്രിങ്ക് സംതിങ് ഇൻ എ ക്ലാസ്. അപ്പം ഞാൻ സാഹചര്യം ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു. ദാറ്റ് മീൻസ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡാണ് അവിടെ ഫങ്ഷൻ ചെയ്തത് ഇതാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു, ഞാൻ ഇപ്പൊ ക്ലാസ് ആണ്, അതുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് ഞാൻ വെള്ളം കുടിക്കേണ്ട എൻ്റെ നീഡിനെ ഞാൻ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അവിടെ കൂടുതലും ഫങ്ഷൻ ചെയ്യുന്നത് സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഒരു തേർഡ് കമ്പോണന്റ് ആണ്. കാരണം അവിടെ മോറൽ വാല്യൂസ്, സ്റ്റാൻഡേർഡ്സ്, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എവിടെ? സൂപ്പർ ഈഗോയിൽ. അപ്പം സൂപ്പർ ഈഗോ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാണ് ചെയ്യും. വേറസ് ഈഗോ ഫങ്ഷൻ ശരിക്കും പറയുന്നത് എന്താണ്? ഓക്കെ, എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം എനിക്ക് അത്യാവശ്യമാണ്. ഓക്കെ, ഐ ആസ്ക് ടീച്ചർ, ഐ ഗെറ്റ് എ പെർമിഷൻ ഫ്രം ദ ടീച്ചർ ആൻഡ് ഐ ഹാവ് സം വാട്ടർ. അങ്ങനെയുള്ളതാണെങ്കിൽ അതൊരു റിയാലിറ്റി പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. സോ ദാറ്റ് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ഈഗോ. ഈഗോ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് കമ്പോണന്റ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. അത് റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് മോഡറേറ്റ്സ് ബിറ്റ്വീൻ ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ. അതുപോലെ തന്നെ സോഷ്യൽ നോംസ്, എറ്റിക്വിറ്റീസ്, റൂൾസ്, കസ്റ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ റിയാലിറ്റി പ്രിൻസിപ്പിൾസിനെ വെച്ചിട്ടാണ് ഈഗോ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് സൂപ്പർ ഈഗോ. Super ego is considered as the moral component of personality. ഇപ്പം മോറൽ വാച്ച് ഡോഗ് എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ പല കാര്യങ്ങൾ, ഓക്കെ ഞാൻ അങ്ങനെ ചെയ്താൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. Super ego works based on the moral principles, value system, അല്ലെങ്കിൽ ഗുഡ് ബാഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ 3 structures of personality, and I repeat, first structure is id, which works on pleasure seeking principle, and its major focus is immediate gratification of needs. The second one is ego, which is the moderating component, which moderates id and superego. And this structure works on the reality principle. And the third one is
Superego is considered as the moral watchdog of personality. ഇപ്പോൾ ഫ്രോയിഡിന്റെ ഒരു തിയറി അനുസരിച്ചിട്ട് ഈ 3 ലെവൽസിലും എന്തെങ്കിലും കോൺഫ്ലിക്ട്സസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്തെ വ്യത്യാസങ്ങൾ ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മുടെ ലെവൽസ് ഓഫ് അവയർനെസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. So, according to Freud, the id, ego, and superego are distributed differently across 3 levels of awareness. അപ്പം നമ്മുടെ 3 levels of awareness ഈ പറയുന്ന 3 കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു. സെക്കൻഡ് പോർഷൻ ഇസ് ലെവൽസ് ഓഫ് അവയർനെസ് ഓർ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്. ഫ്രോയിഡിന്റെ തിയറിയിൽ പറയുന്നത് അനുസരിച്ചിട്ട് 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ലെവൽസ് ഓഫ് അവയർനെസ് ഉള്ളതായിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ 3 ലെവൽസ് ആർ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്. ഇങ്ങനെ 3 ലെവൽസ് ആയിട്ടാണ് ഫ്രോയിഡ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ ഫ്രോയിഡ് കോൺട്രാസ്റ്റഡ് അൺകോൺഷ്യസ് വിത്ത് കോൺഷ്യസ് ആൻഡ് pre-conscious, creating the 3 levels of awareness. 3 levels of awareness ആണുള്ളത്: കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഷ്യസ് കൺസിസ്റ്റസ് ഓഫ് വാട്ട് എവർ ഇസ് അവെയർ ഓഫ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. നമുക്ക് അവെയർ ആയിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ എന്തിൽ വിളിക്കുന്നത്? കോൺഷ്യസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വിളിക്കുന്നത്. പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നതിലത് അവെയർനെസ്സിന് ജസ്റ്റ് താഴെയുള്ള കാര്യങ്ങൾ. എന്നാൽ വി ക്യാൻ ഈസിലി റിട്രൈവ് ദാറ്റ്. നമുക്കതിനെ പെട്ടെന്ന് റിട്രൈവ് ചെയ്ത് എടുക്കാനും പറ്റും. അങ്ങനെയുള്ള ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് പ്രീ കോൺഷ്യസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രീ കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അവയർനെസ്സിലില്ല, പക്ഷെ അവയർനെസ്സിന്റെ തൊട്ട് താഴെ ഉണ്ട്. ആൻഡ് വി ക്യാൻ ഈസിലി റിട്രൈവ് ഓൾസോ. ഓക്കെ. And the third element is unconscious thoughts. Unconscious contains thoughts, memories, and desires that are well below the surface of conscious awareness, but that nonetheless exert great influence on the behavior. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ അവയർനെസ്സിന്റെ ലെവലിൽ ഒരിടത്തും വരാത്ത, അതിനൊക്കെ ഒത്തിരി താഴെ നിൽക്കുന്ന ഒരു കാര്യമാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ അൺകോൺഷ്യസിന് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള വളരെയധികം എബിലിറ്റി ഉള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്? അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, അൺകോൺഷ്യസിൽ ചിലപ്പോൾ നമ്മുടെ അൺഫോർഗോട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർഗോട്ടൺ ആയിട്ടുള്ള ട്രോമ, ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ട്രോമ, ചൈൽഡ്ഹുഡ് കാലത്തെ ട്രോമാസ് അല്ലെങ്കിൽ ഹിഡൻ ഫീലിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റിപ്രസ്ഡ് സെക്ഷൽ ഡിസയേഴ്സ്, ഇതൊക്കെ എവിടെ ആയിരിക്കും? അൺകോൺഷ്യസിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ഈ മെറ്റീരിയൽ ഒക്കെ പിന്നീട് നമ്മുടെ ബിഹേവിയറിനെ വളരെയധികം സ്വാധീനിക്കുന്നതായിട്ടാണ് ഫ്രോയിഡ് പറയുന്നത്. സോ Freud proposed the 3 levels of awareness, that is consciousness, pre-conscious, and conscious, pre-conscious, and unconscious. Conscious ആണെങ്കിൽ it is there in our awareness. നമുക്ക് ഏറ്റവും കൂടുതൽ അവയർനെസ് ഉള്ള കാര്യമായിരിക്കും കോൺഷ്യസ് എന്ന് പറയുന്നത്. പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് വിത്ത് ദാറ്റ് മെറ്റീരിയൽസ് ഓർ പ്രീ കോൺഷ്യസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? just beneath the surface of awareness ആയിരിക്കും. and it can be easily retrieved. അതിനേക്കാളൊക്കെ ഏറ്റവും താഴെയുള്ളതാണ് നമ്മൾ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിക്കലക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും, പക്ഷെ അതിന് നമ്മുടെ ബിഹേവിയറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഇതിനെ നമ്മൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് സിംബോളിക്കലി പറയാൻ പറ്റും. ഒരു ഐസ്ബർഗിനോട് നമുക്ക് ഉപമിക്കാൻ പറ്റും. ഓക്കെ, ദ ടിപ്പ് ഓഫ് ഐസ്ബർഗ് വി ക്യാൻ സീ വിത്ത് അവർ നേക്കഡ് ഐസ്. അതിനെയാണ് കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഒരു സീ അല്ലെങ്കിൽ ഒരു ഓഷ്യന്റെ അകത്ത് മർജ് ചെയ്ത് കിടക്കുന്ന ഒരു വലിയ ഒരു ഐസ്ബർഗ്. അപ്പം അതിലെ ഒരു കുറച്ച് ഭാഗമായിരിക്കും നമുക്ക് പുറത്ത് വിസിബിൾ ആയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ആ വിസിബിൾ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഷ്യസ് എന്ന് പറയുന്നത്. ഇനി വെള്ളത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുറച്ച് പോർഷൻ കൂടെ ഉണ്ടാവും. ദാറ്റ് ക്യാൻ ബി ഇൻഡിക്കേറ്റഡ് ആസ് പ്രീ കോൺഷ്യസ്. ഓക്കെ, ഇനി അതിൻ്റെ ആഴങ്ങളിലേക്ക് എന്തോരം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സോ
സോ അങ്ങനെയുള്ള ഒരു മേജർ പോർഷൻ ആണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ലെവൽസ് ഓഫ് അവയർനെസ്. The third point which we are going to discuss is anxiety and defense mechanism. Anxiety and defense mechanism, the most internal conflicts are trivial and are quickly resolved in one way or the other. നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മളത് റിസോൾവ് ചെയ്യും. ഓക്കെ, പക്ഷേ ചില കോൺഫ്ലിക്ട്സ് ചിലപ്പം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ നിലനിന്ന് പോകാം, വിച്ച് ക്രിയേറ്റ് ഇന്റേണൽ ടെൻഷൻ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഉള്ള കോൺഫ്ലിക്ട്സ് പലപ്പോഴും എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? ചില ആൻസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, they can produce the anxiety that slip to the surface of unconscious awareness. The anxiety can be attributed to our ego worrying about it getting out of control and doing something terrible that leads to severe negative consequence, or the superego getting out of control, making you feel guilty about the real or imagined transgression. നമ്മൾ പറഞ്ഞായിരുന്നു, ഇത് immediate gratification of needs ആണ്. Superego is considered as a moral watchdog of a person. അപ്പം ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങൾ, ഇത് നമ്മുടെ കൺട്രോളിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ. സൂപ്പർ ഈഗോ നമ്മളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു, ആൻഡ് യു ഫീൽ മോർ ഗിൽറ്റി അബൌട്ട് റിയൽ ഓർ ഇമാജിൻ ട്രാൻസ്ഗ്രഷൻ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ശരിക്കും എന്ത് ഉണ്ടാവുന്നത്? കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ഈ കോൺഫ്ലിക്റ്റിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റാതെ വരുമ്പം എന്തുണ്ടാവുന്നു? ഫ്രോയിഡിന്റെ തിയറി അനുസരിച്ചിട്ട് ആൻസൈറ്റി ന്യൂറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യും. The arousal of anxiety is a crucial event in Freud's theory of personality function. അപ്പോൾ ഫ്രോയിഡിന്റെ പേഴ്സണാലിറ്റി തിയറിയുടെ ഫംഗ്ഷനിൽ, പേഴ്സണാലിറ്റി തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് arousal of anxiety എന്ന് പറയുന്നത്. So anxiety is distressing, and so the people try to rid themselves of this unpleasant emotional situation. അപ്പം നമുക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള ഇമോഷണൽ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാൽ മതി എന്നായിരിക്കും നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അപ്പം ഇങ്ങനെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ചില സ്ട്രാറ്റജീസിനെയാണ് അല്ലെങ്കിൽ എഫേർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. സോ ഡിഫൻസ് മെക്കാനിസംസ് ആർ ലാർജ്ലി unconscious reactions that protect a person from unpleasant emotions such as anxiety and guilt. അപ്പം anxiety, guilt ഇവ കൊണ്ടുണ്ടാവുന്ന അൺപ്ലസന്റ് ഇമോഷൻസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൺകോൺഷ്യസ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. സോ ആൻസൈറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു. ആൻസൈറ്റി എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ഏതൊക്കെ തമ്മിൽ? ഇതും സൂപ്പർ ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. We are trying our level best to resolve this conflict, but in some ways in some situations we are not able to resolve that conflict. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആൻസൈറ്റി ന്യൂറോസിസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആൻസൈറ്റി ന്യൂറോസിസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹൈലി ഡിസ്ട്രസിങ് സിറ്റുവേഷൻ, ആൻഡ് ഈ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും we need to overcome it. അങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൺകോൺഷ്യസ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫൻസ് മെക്കാനിസംസ് എന്ന് വിളിക്കുന്നത്. ഡിഫൻസ് മെക്കാനിസംസ് ലാർജ്ലി അൺകോൺഷ്യസ് ആണ്. അത് എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു? നമ്മുടെ ഗിൽറ്റ്, ആൻസൈറ്റി ഇവയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? defense mechanisms എന്ന് വിളിക്കുന്നത്. So let us see what are the major defense mechanisms. So first defense mechanism is rationalism. Rationalization is creating false but plausible excuses to justify unacceptable behavior. അപ്പം നമുക്കൊരു അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി, നമ്മൾ ചില കാര്യങ്ങൾ
പ്ലോസിബിൾ ആയിട്ടുള്ള എക്സ്ക്യൂസസ് നമ്മൾ കണ്ടെത്തി അതിനെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത് റാഷണലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് നോട്ട് റാഷണലിസം, റാഷണലൈസേഷൻ. For example, after cheating someone in a business transaction, you might reduce your guilty by rationalizing that everyone does it. നമ്മൾ ഒരാളെ ബിസിനസ്സിൽ വഞ്ചിച്ചിട്ട് നമ്മൾ പറയാണ് എന്ത് അതെല്ലാവരും ചെയ്യുന്നതാണ്, ഞാൻ മാത്രമായിട്ട് ചെയ്യുന്നൊന്നും അല്ല എന്ന് പറയുകയാണെങ്കിൽ that is a rationalism, rationalization. Okay. Next, second type of defense mechanism is repression. Okay, repression is keeping distressing thoughts and feelings buried in unconscious. നമുക്ക് ഡിസ്ട്രസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അൺകോൺഷ്യസിൽ ബറി ചെയ്യുന്ന അല്ലെങ്കിൽ അൺകോൺഷ്യസിൽ നമ്മൾ പൂഴ്ത്തി വെക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റിപ്രഷൻ എന്ന് വിളിക്കുന്നത്. People tend to repress desires that make them feel guilty, conflicts that make them anxious, and memories that are painful. Repression can be called motivated forgetting. If you forget a dental appointment or name of someone you don't like, repression may be at work. So repression is keeping the distressing thoughts and feelings buried in the unconscious. Unconscious like നമ്മൾ തള്ളി വിടുന്ന ഫോഴ്സ്ഫുള്ളി നമ്മൾ കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളാകട്ടോ റിപ്രസ് ചെയ്തേക്കുന്നു എന്ന് പറയുന്നത്. So people tend to repress desires that make them feel guilty, conflicts that make them anxious, or memories that are painful. ഇപ്പൊ നമുക്ക് വേദനാജനകമാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ എങ്ങോട്ട് തട്ടിവിടാറുള്ളത്, റിപ്രഷനിലേക്ക് വിടാറുള്ളത്. ഇതിനെ നമ്മൾ മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, so the third one is projection. മറ്റൊരു ഡിഫൻസ് മെക്കാനിസം ആണ് പ്രൊജക്ഷൻ. Projection is attributing one's own thoughts, feelings, or motives to another. Usually the thoughts one project onto others are thoughts that would make one feel guilty. ഇപ്പം നമ്മൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഓക്കെ ഇന്ന ആൾക്ക് അങ്ങനെ ആയിരിക്കും, അവരുടെ മേലെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാണ്. നമ്മുടെ തോട്ട്സിനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ഫീലിങ്സിനെ, മോട്ടീവിനെ ഒക്കെ മറ്റുള്ളവരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. Displacement is diverting emotional feelings from their original source to substitute target. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊന്ന് സാധാരണ രീതിയിൽ പറയും, അങ്ങാടി തോറ്റതിന് അമ്മയോട്, കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ പുറത്താരെങ്കിലും ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നാൽ വീട്ടിൽ അമ്മയോടായിരിക്കും ദേഷ്യപ്പെടുന്നത്. സോ നമ്മുടെ ഇമോഷണൽ ഫീലിങ്ങിനെ നമ്മൾ വേറൊരാളിലേക്ക് ഡൈവേർട്ട് ചെയ്യാണ്. നമുക്ക് ആ നമ്മളോട് ദേഷ്യപ്പെട്ടവരോട് നമുക്ക് പോയി തിരിച്ച് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റുന്ന ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. It is diverting emotional feeling from their original source to a substitute target. ചില സമയത്ത് ഇപ്പം ബോസ് നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെട്ടു, നമുക്ക് ബോസിന്റെ അടുത്ത് തിരിച്ച് ദേഷ്യപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ വന്നിട്ട് വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടും, ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ സാധനങ്ങൾ ഡോർ ചവിട്ടി പൊളിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനോട് ദേഷ്യപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയും, ഇങ്ങനെയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഇസ് റിയാക്ഷൻ ഫോർമേഷൻ. Reaction formation is behaving in a way that is about exactly the opposite of one's true feeling. Guilt about sexual desires often leads to reaction formation. അപ്പോൾ സാധാരണ ഗതിയിൽ നമുക്ക് എന്താണോ നമ്മുടെ ട്രൂ ഫീലിംഗ്, അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, then the sixth one is regression. Regression is the reversion to immature patterns of behavior. When anxious about their self-worth,
some adults respond with childish boasting or bargaining as opposite to subtle efforts to impress others. നമുക്ക് ഒരു ടെൻഷനോ ആൻസൈറ്റിയോ ഡിസ്ട്രസ്സോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പം ഞാനൊരു അഡൾട്ടാണ്, ഐ ബിഹേവ് ഇൻ എ മെച്യൂർ മാനർ, പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഐ ആം ഗോയിങ് ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ് ബിഹേവിയർ, അതിൻ്റെ ഒരു ഇമ്മച്യൂർ ബിഹേവിയർ പാറ്റേൺ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് വിളിക്കുന്നത്. So next is identification. Identification is bolstering self-esteem by forming an imaginary or real alliance with some person or group. Youngsters often share a precious feelings of self-worth by identifying with rock stars, movie stars or famous athletes. ഇപ്പം നമുക്ക് നമ്മളുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരാളോട് എന്താ പറയുക, നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പം പറയുകയാണെങ്കിൽ റോക്ക് സ്റ്റാർസ് അല്ലെങ്കിൽ മൂവി സ്റ്റാർസ്, ഫേമസ് അത്ലറ്റ്സ്, ഇവരാണ് അതിനോട് നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുവഴി നമ്മൾ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ഒന്ന് ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനൊന്ന് ബ്ലോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മേജർ defense mechanisms. So the fourth major point which we are going to discuss in the Freud's psychoanalysis is psychosexual stages of development. Freud developmental periods ne sexual focus inde basis il psychosexual stages aayittu divide ചെയ്തിട്ടുണ്ട്. Okay, അപ്പം psychosexual stages are developmental periods with a characteristic sexual focus that leave their mark on adult personality. So psychosexual stages ഓരോന്നിനും അതിൻ്റെതായ യുണീക്ക് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ചാലഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ടാസ്കുകളുണ്ട്. സോ ദ വേ ദീസ് ചാലഞ്ചസ് ആർ ഹാൻഡിൽഡ് സപ്പോസ്ഡ് ബൈ ഷേപ്പ് പേഴ്സണാലിറ്റി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഇപ്പൊ ചില സിറ്റുവേഷൻസിൽ ഫിക്സേഷൻസ് ഉണ്ടാകും. അതായത് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജസിലേക്ക് നമ്മൾ നാച്ചുറലി മൂവ് ചെയ്യുമ്പം നമ്മൾ ആ ഒരു സ്റ്റേജ് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടായിരിക്കും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ചിലരെ സംബന്ധിച്ച് ഒരു സ്റ്റേജിൽ കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടാതെ വന്നിട്ട് അവിടെ തന്നെ സ്റ്റിക്കായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് ഫിക്സേഷൻ എന്ന് വിളിക്കുന്നത്. ഫിക്സേഷൻ ഇസ് എ ഫെയിലിയർ ടു മൂവ് ഫോർവേഡ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ ആസ് എക്സ്പെക്റ്റഡ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിക്സേഷൻ എന്ന് വിളിക്കുന്നത്. സോ അപ്പൊ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിൽ, പ്രത്യേകിച്ച് ചൈൽഡിന്റെ ഡെവലപ്മെന്റിൽ, ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിൽ സെക്ഷൽ ഫോക്കസിന്റെ ബേസിസിലാണ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ഒരു കാറ്റഗറൈസേഷൻ ആര് നടത്തിയിരിക്കുന്നത്? ഫ്രോയിഡ് നടത്തിയിരിക്കുന്നത്. അപ്പം ഈ ഫ്രോയിഡ് നടത്തിയിരിക്കുന്നതിൻ്റെ അകത്ത് 5 പ്രധാനപ്പെട്ട സ്റ്റേജസ് ആണുള്ളത്. ദേ ആർ ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക്, ലേറ്റൻസി ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. സോ ഇപ്പം ഓറൽ സ്റ്റേജിൽ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫാണ്. സെക്കൻഡ് ഇയറിലാണ് സെക്കൻഡ് ഇയർ ആണ് ഏനൽ ഫേസ് വരിക. അപ്പൊ ഇങ്ങനെ ഓരോ ഫേസിനും ഓരോ ഡ്യൂറേഷൻ ഉണ്ട്. ഓരോ ഫേസിനും ഗ്രാറ്റിഫൈ ചെയ്യേണ്ട കുറച്ച് നീഡ്സ് ഉണ്ട്. അത് ഗ്രാറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴാണ് ചില ഫിക്സേഷൻസ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ തന്നെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ psychosexual stages of development: oral, anal, phallic, latency and genital stage.